നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. IDBI ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ 1300ഓളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിളുള്ള കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്കതിന് വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് നോക്കാം. അതിലേക്കുള്ള ആദ്യം ഞാൻ പറഞ്ഞ 1300 വേക്കൻസികളാണ് ഉള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. IDBI ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡേറ്റ് വേണ്ടത് 2026 മാർച്ച് 8 മുതൽ മാർച്ച് 19 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 19 ആണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനുശേഷം ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. ഓൺലൈൻ ടെസ്റ്റ് 2026 ഏപ്രിൽ 12 നടത്തുവാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 200 ഒഴിവുകളും ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് 1100 ഒഴിവുകളുമാണുള്ളത്. അതിലെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള 1100 ഒഴിവുകളിലെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. കൊച്ചി സോണിൽ തന്നെ 55 വേക്കൻസികളുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാജുവേഷനാണ്. 60% മാർക്കുള്ള ബിരുദമാണ് രണ്ടിനും വേണ്ട യോഗ്യത. എന്നാൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് CA, CMA, ICWA അതേപോലെ CFA ഒക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 2 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിരിക്കുക. ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. 2 പോസ്റ്റിലേക്കും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഫൈനലായിട്ട് മെഡിക്കൽ വെരിഫിക്കേഷനും ശേഷമായിരിക്കും, മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ശമ്പളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 6.14 to 6.5 lakh ആണ് ആനുവൽ സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 48,480 രൂപ അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കും. അതോടൊപ്പം മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ തുടക്ക ശമ്പളം തന്നെ ഏകദേശം 90,000 രൂപയിലെടുത്ത് ലഭിക്കും എന്നാണ് പ്രത്യേകം ഓർമ്മിക്കുക. ഇത് നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ വെച്ചാൽ IDBI ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, കരിയർ പേജിൽ പോകുക. അത് കഴിഞ്ഞ് നമ്മൾ നോട്ടിഫിക്കേഷൻ കറണ്ട് ഓപ്പണിങ്സ് എടുക്കുക. അതിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ ആണോ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള അത് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈസിയായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ പല ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്കാൻ, സിഗ്നേച്ചർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ലെഫ്റ്റ് ഹാൻഡ് തമ്പിൻ്റെ ഇമ്പ്, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം കൂടി റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 1050 രൂപയാണ്. SC/ST-കാരായ കാൻഡിഡേറ്റും ഡിസബിലിറ്റി ഉള്ളവർക്ക് 250 രൂപ മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ബാക്കി എല്ലാവരും 1050 രൂപ റീഫണ്ടബിൾ അല്ലാത്ത ഫീസ് അടയ്ക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനിയും എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ എക്സാമിനേഷൻ കേരളത്തിൽ നിരവധി സെൻറ്ററുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റും. ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ സെൻറ്ററുകളാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിലും വേക്കൻസിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.